രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. മഴയൊക്കെ ഉണ്ടോ നിങ്ങളുടെ നാട്ടിൽ? ഇവിടെയൊക്കെ ഇടയ്ക്കൊക്കെ വന്ന് മഴയൊക്കെ പോവാറുണ്ട്. എന്തൊക്കെ തന്നെയാണേലും, കൊറോണയാണെങ്കിലും മഴയാണെങ്കിലും ഏതൊരവസ്ഥയാണെങ്കിലും നമുക്ക് ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് മുമ്പോട്ട് പോവാം. അപ്പോൾ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പ്രിയമുള്ള കൂട്ടുകാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ടാമത്തെ പാഠം തുടങ്ങി. അടയാളങ്ങളും പ്രതീകങ്ങളും എന്നുള്ളതായിരുന്നു നമ്മുടെ ക്ലാസ്സിൻ്റെ ടൈറ്റില്. അതിൻ്റെ ആദ്യ ഭാഗം അവസാനിച്ചു. നമ്മൾ രണ്ടാമത്തെ സെഷനിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ എല്ലാ വേദപാഠ അധ്യാപകരെയും ഇടവക വൈദികരെയും വിശുദ്ധീകരിക്കണമേ. ഈ ഓൺലൈനിലൂടെ ഞങ്ങൾക്ക് ക്ലാസ്സുകൾ നയിക്കുന്ന എല്ലാ അധ്യാപകരെയും വിശുദ്ധീകരിക്കണമേ, ആശീർവദിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ആഴ്ച ഞാൻ ഹോംവർക്ക് തന്നായിരുന്നു. ചെയ്തോ അത്? സ്നേഹത്തെക്കുറിച്ചുള്ള അടയാളങ്ങളും പ്രതീകങ്ങളും ഒക്കെ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ സ്വാധീനിച്ച ഏതെങ്കിലും ഒരു കൂദാശയെക്കുറിച്ച് ഒരു റിഫ്ലക്ഷൻ എഴുതുക എന്നുള്ള സംഗതിയാണ് തന്നത്. അത് ചെയ്തോ അത്? ഞാൻ 1-2 ഇടവകയെ വിളിച്ചപ്പോൾ പിള്ളേർക്കൊന്നും അങ്ങ് അത്ര പോരാ എന്നാണ് അവിടെ നിന്ന് ഒരു അഭിപ്രായം കേട്ടത്. എന്ന് പറഞ്ഞാൽ ഇച്ചിരി മടിയൊക്കെ പിടിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ മടിയൊക്കെ ഉണ്ടെങ്കിലൊക്കെ മാറ്റണം കേട്ടോ. മടിയൊക്കെ ആയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അടുത്ത കൊല്ലം 10ാം ക്ലാസ്സാണ്. മടിയൻ മല നമുക്ക് വന്നാണ്. 10ാം ക്ലാസ് ചെന്ന് കഴിഞ്ഞിട്ട് മടി കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കും? 8 നിലയിൽ പൊട്ടും. അതുകൊണ്ട് 9ാം ക്ലാസ്സിലായിരിക്കുമ്പോൾ നല്ല ജില്ലെന്ന് വേണം നമ്മൾ നിൽക്കാനായിട്ട്. പഠന കാര്യങ്ങളിലും പഠനത്തിന് പുറത്തുള്ള കാര്യങ്ങളിലും എല്ലാ മേഖലയിലും നമ്മൾ നല്ല ഊർജ്ജസ്വരതയുള്ള നല്ല പിള്ളേരായിട്ട് നിൽക്കണം. നിങ്ങൾ അങ്ങനെയാണെന്ന് എനിക്കറിയാം. എന്നാൽ പോലും റോഷൻ ഹോംവർക്ക് ചെയ്തോടാ? ചെയ്തെങ്കിൽ കൈവക്ക്. മിടുക്കൻ, കൊള്ളാം, വെരി ഗുഡ്. റിജോ ചെയ്തോ? പോരാ. കുറച്ചുകൂടെ കറക്റ്റായിട്ട് അടയാളങ്ങളും പ്രതീകങ്ങളൊക്കെ വരച്ച് വയ്ക്കുമ്പോഴൊക്കെ മെനക്കൊക്കെ വരച്ച് വയ്ക്കണം കേട്ടോ. കാണാൻ കുറച്ച് ഭംഗിയൊക്കെ വേണം. അപ്പം നിങ്ങളുടെ അധ്യാപകർ കാണുന്നുള്ളൂ, ഞാൻ കാണുന്നില്ല എങ്കിൽ പോലും കുറച്ചുകൂടെ ഭംഗിയായിട്ടൊക്കെ അത് വരച്ചൊക്കെ വെക്കണം. അതുപോലെ തന്നെ പേസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു വൃത്തിയും മെനയൊക്കെ വേണം കേട്ടോ. കൊള്ളാം, വെരി ഗുഡ്. പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മൾ ഇന്ന് രണ്ടാമത്തെ ഭാഗത്തിലേക്ക്, അടയാളങ്ങളുടെയും പ്രതീകങ്ങളുടെയും രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അതായത് ദൈവാരാധനയിൽ എങ്ങനെയാണ് ഈ അടയാളങ്ങളും പ്രതീകങ്ങളും വരുന്നതെന്നാണ് നമ്മൾ കാണുക. അടയാളങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഇത് പരിശുദ്ധാത്മാവിനാൽ തിരുസഭയിൽ കാലാകാലങ്ങളായിട്ട് നൽകപ്പെട്ടു പോന്നിട്ടുള്ള അടയാളങ്ങളും പ്രതീകങ്ങളുമാണ് നമ്മൾ ദൈവാരാധന ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും ഒരു സ്വപ്നത്തിൽ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് എന്നാൽ പിന്നെ ഇതങ്ങോട്ടേക്ക് ഇറക്കിയേക്കാം എന്നുള്ള രീതിയിൽ ഇറക്കുന്ന അടയാളവും പ്രതീകങ്ങളും അല്ല നമ്മൾ ആരാധനാക്രമത്തിൽ ഉപയോഗിക്കുന്നത്. ഓരോന്നിനും അതിൻ്റേതായ ചരിത്രമുണ്ട്, ദൈവശാസ്ത്ര അടിത്തറയുണ്ട്, ആഴത്തിലുള്ള വേദപുസ്തക അടിസ്ഥാനമുണ്ട്. ആ രീതിയിലുള്ള അടയാളങ്ങളും പ്രതീകങ്ങളുമാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അതിലേറ്റവും മനോഹരമായിട്ട് ഉൾച്ചേർത്തിട്ടുള്ള സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പരികർമ്മം ചെയ്യുന്ന കൂദാശ എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ. നമുക്ക് 7 കൂദാശകളുണ്ടല്ലേ? 7 കൂദാശകൾ ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഞാൻ ചോദിക്കുന്നില്ല. അപ്പം ഈ കൂദാശകൾ എന്ന് പറയുന്ന വാക്ക് അത് സൂചിപ്പിക്കുന്നത് തന്നെ എന്താണ്? ഒരു അടയാളത്തെയാണ്. എന്തടയാളമാണ്? അദൃശ്യമായ ദൈവപ്രസാദത്തെ പ്രകടമാക്കുന്ന ദൃശ്യമായ അടയാളമാണ് എന്ത്? കൂദാശകൾ. അതുകൊണ്ട് കൂദാശകളിൽ ഉടനീളം അനേകം സൈൻസ് ആൻഡ് സിംബൽസ്, ദൈവിക രഹസ്യങ്ങളെ വെളിപ്പെടുത്തി തരുന്ന സയൻസ് ആൻഡ് സിംബൽസ് കാണുവാൻ സാധിക്കും. പല മേഖലകളിൽ ദൈവാരാധനയുമായി ബന്ധപ്പെട്ട് പല മേഖലകളിൽ നമുക്ക് അടയാളങ്ങളും പ്രതീകങ്ങളും കാണാം. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വേഗം ഓടിച്ചിട്ട് നോക്കാം. ഏതൊക്കെ? അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് വാക്കുകൾ വഴിയായിട്ട് അടയാളങ്ങളും പ്രതീകങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. വാക്കുകൾ വഴിയായിട്ട് ചില പ്രത്യേക കർമാനുഷ്ഠാനങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രാർത്ഥനകൾ. ഉദാഹരണത്തിന് കുർബാനയിൽ കാഴ്ച സമർപ്പണം നടത്തുന്ന ആ സമയത്ത് അച്ഛൻ അപ്പവും വീഞ്ഞും ഉപപീഠങ്ങളിൽ നിന്നും, അൾത്താരയുടെ സൈഡിലുള്ള ഉപപീഠങ്ങളിൽ നിന്നും അപ്പവും വീഞ്ഞും എടുത്ത് ബലിപീഠത്തിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് അച്ഛൻ കൈ കഴുകൂലേ? അങ്ങനത്തെ ഒരു കർമ്മമുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അപ്പോൾ അതിലെ അച്ഛൻ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ്, സകലത്തിൻ്റെ നാഥനായ ദൈവം തൻ്റെ അനുഗ്രഹമാകുന്ന ജലത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ കഴുകി കളയുമാറാകട്ടെ. അപ്പം അച്ഛൻ ആ അവിടെ കൈ വെള്ളത്തിൽ കഴുകുന്നത് വഴിയായിട്ട് എന്ത് സംഭവിക്കുകയാണ്? അവിടെ നിൽക്കുന്ന ആരാധനാ സമൂഹത്തിൻ്റെ മുഴുവനും പാപങ്ങൾ കഴുകിക്കളയുന്നതിനെ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കുർബാനയിൽ തന്നെ നിങ്ങൾ പിന്നീട് പഠിക്കും അത് വിശദമായിട്ട്. 4ാം ഗഹാന്ത പ്രാർത്ഥനയിൽ അച്ഛൻ ആ ഗഹാന്ത പ്രാർത്ഥന ചൊല്ലുമ്പോൾ
നമ്മൾ ഭൂമിയിലുള്ള സകലമാന മനുഷ്യരെയും അനുസ്മരിച്ച ശേഷം അവരുടെ അനുസ്മരണ പരിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു കുരിശ് വരയ്ക്കുന്നുണ്ട് ബലിപീഠത്തിൽ. അത് നിങ്ങൾ ചിലർ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ അച്ഛന്മാർ അങ്ങനെ ഒരു കുരിശ് വരയ്ക്കുന്നുണ്ട്. ആ കുരിശ് വരയ്ക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ആ മുദ്രണം വഴിയായിട്ട് സകല മനുഷ്യരും വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന്. അങ്ങനെ പല പ്രാർത്ഥനകളിലൂടെ ഈ അടയാളങ്ങളും പ്രതീകങ്ങളും നമുക്ക് കാണിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചില കർമ്മങ്ങളുണ്ട്. എന്തൊക്കെയാണ് കർമ്മങ്ങളെന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? അതായത് കുനിഞ്ഞാചാരം ചെയ്യുക, കരങ്ങൾ വിരിച്ചു പിടിക്കുക, കുമ്പിടുക, അല്ലെങ്കിൽ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക, കരങ്ങൾ ചേർത്ത് പിടിക്കുക, കൈ കൂപ്പുക, ഇങ്ങനെയുള്ള പല പല ജസ്റ്റേഴ്സ് ആരാധനക്രമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ കൈ കുനിഞ്ഞ് പിടിക്കേണ്ടടുത്ത് കുനിച്ച് പിടിക്കേണ്ടടുത്ത് കൂപ്പി പിടിക്കേണ്ടടുത്ത് അങ്ങനെ പിടിക്കണം, കരം ഉയർത്തി പിടിക്കേണ്ടടുത്ത് അങ്ങനെ പിടിക്കണം. കാരണം ആ പ്രാർത്ഥനയുടെ സ്വഭാവം അനുസരിച്ച്, അല്ലെങ്കിൽ ആരാധനക്രമത്തിൻ്റെ സ്വഭാവം അനുസരിച്ച്, കൂദാശയുടെ സ്വഭാവം അനുസരിച്ച് അതെല്ലാം പലതിനെയും സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശദമായി നമ്മൾ അടുത്ത പാഠത്തിൽ പഠിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഓടിച്ചിട്ട് പോകുന്നത്. അതുകൊണ്ട് അതെന്താണ് അച്ഛൻ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. അത് അടുത്ത ചാപ്റ്ററുകളിൽ ഞാൻ പറഞ്ഞു തരാം. വേറെ കുറേ സംഗതികളാണ് വസ്തുക്കൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് വെള്ളം, വീഞ്ഞ്, അതുപോലെ തന്നെ തൈലങ്ങൾ, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് വെള്ളം ഉപയോഗിക്കുന്നത്? പലപ്പോഴും മാമോദീസ എന്ന് പറയുന്ന കൂദാശയുമായി ബന്ധപ്പെട്ട, തൈലം ഉപയോഗിക്കുന്നത് തൈലാഭിഷേക കൂദാശ, അതുപോലെ രോഗീലേപന കൂദാശ, അതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ തൈലമൊക്കെ സൂചിപ്പിക്കണത് എന്തിനെയാണ്? പരിശുദ്ധാത്മാവിനെയാണ് സൂചിപ്പിക്കുന്നതല്ലേ. ഈ പ്രകാശം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ഈശോയെയാണ്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഈ പറയുന്ന മാമോദീസായിൽ ഈശോ ജലത്തിൽ മുങ്ങിയ സ്നാനം സ്വീകരിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ മാമോദീസായ്ക്ക് ജലം ഉപയോഗിക്കുന്നത്. ജലം ഉപയോഗിക്കുന്നതിന് പകരം കുറേ ചക്കരപ്പാനി ഉണ്ടാക്കി നമുക്ക് മാമോദിസ മുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം അതിൻ്റേതായ അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് ചില വസ്തുക്കളിലൂടെയും നമുക്ക് അടയാളങ്ങളും പ്രതീകങ്ങളും പുറപ്പെടുവിക്കുവാൻ സാധിക്കുമെന്ന് പറയുക. അതുപോലെ തന്നെ സ്ഥലങ്ങൾ, ഒരു പള്ളിക്കകത്തേക്ക് കയറുന്നതും ഒരു ഓഡിറ്റോറിയത്തിനകത്തേക്ക് കയറുന്നതും ഒരുപോലെയാണോ? അല്ല. ഓഡിറ്റോറിയത്തിലാണെങ്കിൽ ഒരു സ്റ്റേജ് കാണും, താഴെ ശാപ്പാടടിക്കാൻ ഇരിക്കാൻ എല്ലാവരും കുറേ കസേരയും ബെഞ്ചും കാണും. അതല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നുമില്ല. പിന്നെ ചിലപ്പോൾ അത് എയർ കണ്ടീഷനും കൂടെ ആയിരിക്കും. പക്ഷേ ഒരു പള്ളിക്കകത്തേക്ക് കയറുമ്പോഴോ, നമ്മുടെ ഒരു പള്ളിയിലേക്ക് കയറുമ്പോഴോ, ആ പള്ളിക്കൊരു മധുബഹയുണ്ട്, അതിനൊരു ഗായകവേദിയുണ്ട്, ഒരു വചനവേദിയുണ്ട്, ജനങ്ങൾക്ക് നിൽക്കാനുള്ള സ്ഥലമുണ്ട്, പള്ളിയുടെ പുറത്തായിട്ട് പോർട്ടിക്കോ മോണ്ടളമുണ്ട്, അങ്ങനെ ഒരു ഘടനയുണ്ട്. അപ്പോൾ ഈ ഓരോ സ്ഥലങ്ങളും ഇതെന്തിനാ ഇവിടെ കുറച്ച് ഉയർത്തി പണിതേക്കുന്നത്, അതെന്തിനാ അവിടെ കൂട്ടി പണിതേക്കുന്നത് എന്നുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരാം. അല്ലെ, ഈ പള്ളി എന്തിനാ ഈ ദിശയിൽ പണിതേക്കുന്നത്, പള്ളിയിൽ എന്തിനാ ആ സാധനം കൊണ്ട് വെച്ചിരിക്കുന്നത്, ഈ സാധനം കൊണ്ട് വെച്ചിരിക്കുന്നത് എന്നുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരാം. വളരെ സ്വാഭാവികം. അങ്ങനത്തെ ചിന്തകൾ വരണം. അങ്ങനത്തെ ചിന്തകൾക്കുള്ള ഉത്തരങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു പ്രതീകാത്മകതയുണ്ട്, സിംബോളിസം ഉണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക മാത്രം. പിന്നീട് വ്യക്തികൾ, ആരാധനാക്രമത്തിൽ വരുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? അച്ഛന്മാർ വരും, മെത്രാന്മാർ വരും, അതുപോലെ തന്നെ അൽമായരുണ്ട്, മദ്ബഹായിൽ ശുശ്രൂഷ ചെയ്യുന്ന ഓൾട്ടർ ബോയ്സ് അല്ലേ, അൾത്താര ശുശ്രൂഷകരുണ്ട്. ഇവരൊക്കെ ഓരോരുത്തരെയും സൂചിപ്പിക്കുന്നതാണ്. അച്ഛന്മാരെയും മെത്രാന്മാരെയും ഒക്കെ ഈശോയെ സൂചിപ്പിക്കുന്നു, അല്ലെ അൾത്താര സംഘത്തെ മാലാഖമാരെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഗായക സംഘവും മാലാഖമാരിൽ തന്നെ ഒരു ഗണമാണ് ഗായക സംഘം. അതുപോലെ തന്നെ ജനങ്ങൾ, വിശ്വാസികൾ, ഇവരെയൊക്കെ സൂചിപ്പിക്കുന്ന ഓരോരോ അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ട് വ്യക്തികളിലൂടെയും ആരാധനാക്രമത്തിൽ നമുക്ക് അടയാളങ്ങളും പ്രതീകങ്ങളും എന്നുള്ള ആ കൺസെപ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കലകൾ. ഇപ്പോൾ ദൈവാരാധനയ്ക്ക് കലകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ മധുബഹായിൽ, അൾത്താരയിൽ നമ്മൾ ചെയ്തു വയ്ക്കുന്ന കല, അങ്ങനെ അവിടെ ചെയ്യുന്ന ആർട്ട് വർക്കും നമ്മുടെ ഒരു സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്യുന്ന ആർട്ട് വർക്കും ഒന്നാണോ? അല്ല. കാരണം അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട്, ഉദ്ദേശങ്ങളുണ്ട്. അതുകൊണ്ട് അതിന് യോജിക്കുന്ന വിധത്തിലുള്ളതേ നമ്മളവിടെ ചെയ്യാൻ പാടുള്ളൂ. ഒപ്പം തന്നെ കാലങ്ങൾ. എന്താണ് കാലം? കഷ്ടകാലം. ഇപ്പോൾ കഷ്ടകാലമാണെന്ന് പറയും, ആ കാലമാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതല്ല. ഓരോ സഭയ്ക്കും, സീറോ മലബാർ സഭയാണെങ്കിൽ സീറോ മലബാർ സഭ, ലത്തീൻ സഭയാണെങ്കിൽ ലത്തീൻ സഭ, മലങ്കര കത്തോലിക്കരാണെങ്കിൽ അവരുടെ സഭ, ഏതൊരു സഭ എടുത്താലും ദൈവത്തിൻ്റെ ഈശോ മിശിഹായുടെ മനുഷ്യാവതാരവുമായി രക്ഷാകരകർത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈശോ മിശിഹായുടെ തന്നെ ജീവിതത്തിലെ വ്യത്യസ്ത സംഭവങ്ങളെ ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും ആ അരൂപിയിൽ ജീവിക്കുവാനുമായിട്ട് സഭയിൽ ആരാധനക്രമ മത്സരങ്ങളുണ്ട്, കാലങ്ങളുണ്ട്, ലിറ്റർജിക്കൽ സീസൺസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഉദാഹരണത്തിന് മംഗളവാർത്താകാലം, പിറവിക്കാലം, അങ്ങനെ പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ. ധനഹാകാലം. ഇപ്പോൾ നമ്മൾ ഏത് കാലത്തിലാണ് ആയിരിക്കുന്നത്? കൊറോണ കാലം എന്നായിരിക്കും ചിലരൊക്കെ പറയണേ. അല്ല, ഇപ്പോൾ നമ്മളായിരിക്കുന്ന കാലമാണ് ശ്ലീഹാകാലം. അപ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ.
ഈ പറയുന്ന കാലങ്ങളിലൂടെയെല്ലാം ബൈബിള് തന്നെ ഈശോയുടെ മനുഷ്യാവതാര രഹസ്യങ്ങൾ തന്നെയാണ് വ്യാഖ്യാനിക്കപ്പെടുക. പ്രിയമുള്ള കൂട്ടുകാരെ, അങ്ങനെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഈ അടയാളങ്ങളും അല്ലെങ്കിൽ പ്രതീകങ്ങളും കൂടാതെ ദൈവാരാധന നടത്തുവാനായിട്ട് കത്തോലിക്കരായ ക്രിസ്ത്യാനികളായ നമുക്ക് സാധിക്കുകയില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അടയാളങ്ങളും പ്രതീകങ്ങളും ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ തന്നെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കുവാൻ. ഇത് ഏതെങ്കിലും കുറേ ചില മനുഷ്യരൊക്കെ അങ്ങനെ പറയും, ഓ ഇത് അവർ കണ്ടുപിടിച്ചതല്ലേ, ഇത് ഇവർ കൊണ്ടുവന്നതല്ലേ, ഇതിലൊക്കെ ഇത്രയ്ക്കൊത്തല്ലേ അർത്ഥമുള്ളൂ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറയുന്ന ചില പ്രൊട്ടസ്റ്റൻ്റ് പെന്തക്കോസ്റ്റൽ സഭാ സമൂഹങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാവുന്നതാണ്. അവരതും ഇതൊക്കെ വന്ന് പറഞ്ഞേച്ചും പോകും. നമ്മളത് കേൾക്കുമ്പം അത് ശരിയാണല്ലോ എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായൊരു അവബോധം നിങ്ങൾക്കുണ്ടായിരിക്കണം. അപ്പോൾ ഈശോ മിശിഹ എന്ന് പറയുന്നത് തന്നെ പിതാവായ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അടയാളമാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഈശോ മിശിഹ ദൈവമായ കർത്താവിൻ്റെ ഏകജാതനാണെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഈ അടുത്തിടെ പരിശുദ്ധനായ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈശോ മിശിഹ എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ കരുണയുടെ മുഖമാണ്. മിസറിക്കോർദിയെ വുൾത്തൂസ് എന്നാണ് അതിനെ ലാറ്റിനിൽ പറയുക. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഈശോ മിശിഹ ആരെ പ്രതിനിധാനം ചെയ്യുന്നു? പിതാവായ ദൈവത്തിൻ്റെ കരുണയുള്ള മുഖത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അപ്പോൾ ഈശോ മിശിഹ തന്നെ വലിയൊരു പ്രതീകമായിട്ടാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുക. അതുകൊണ്ട് ആ ഈശോ മിശിഹായിലൂടെ പരിശുദ്ധാത്മാവ് മുഖാന്തരം പിതാവായ ദൈവത്തെ ആരാധിക്കുന്ന ദൈവാരാധനയിൽ അടയാളങ്ങളും പ്രതീകങ്ങളും ഒഴിച്ചുകൂടാനാവാത്ത ഘടകങ്ങളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം പ്രധാനമായി നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ വിശുദ്ധ കുർബാനയിലെ അടയാളങ്ങളെക്കുറിച്ചും പ്രതീകങ്ങളെക്കുറിച്ചുമായിരിക്കും പഠിക്കുക. അത് നമുക്ക് മനോഹരമായി തന്നെ പഠിക്കണം. അതറിഞ്ഞാൽ മാത്രമാണ് ഭക്തിപൂർവ്വം നമുക്ക് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ തരുന്ന ഹോംവർക്ക്, നിങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത് മാമോദീസ എന്ന് പറയുന്ന ഒരു കൂദാശ. അത് നിങ്ങളെല്ലാവരും പങ്കെടുത്തിട്ടുള്ളതാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ മാമോദീസയ്ക്ക് പോകാത്തവരായി ആരും കാണില്ല. അപ്പോൾ മാമോദീസ എന്ന് പറയുന്ന കൂദാശയിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രതീകങ്ങളെക്കുറിച്ചും അടയാളങ്ങളെക്കുറിച്ചും ഒരു കുറിപ്പ് തയ്യാറാക്കുക. എന്ന് പറയുമ്പോൾ ആ കൂദാശയിൽ വരുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ വസ്തുക്കൾ, അല്ലെങ്കിൽ പ്രാർത്ഥനകൾ, അല്ലെങ്കിൽ കല, അങ്ങനെയുള്ള എല്ലാ മേഖലകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതെല്ലാം അടയാളങ്ങളും പ്രതീകങ്ങളുമാണ് വരുന്നതെന്ന് ഒരു പഠനം നടത്തി ഒരു ചെറിയ കുറിപ്പ് നിങ്ങൾ തയ്യാറാക്കുക. നിങ്ങളുടെ അധ്യാപകരെ കാണിക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് ക്ലാസ് അവസാനിപ്പിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ മേൽ അങ്ങ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ പഠിച്ചതായ കാര്യങ്ങളെല്ലാം ഗ്രഹിക്കുവാനും ജീവിതത്തിൽ അനുവർത്തിക്കുവാനും വിശുദ്ധീകരിക്കപ്പെടുവാനും ഞങ്ങൾക്കിടയാകട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമീൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.